ഹലോ ഗൈസ്, ഈ ക്രാഫ്റ്റേഴ്സിനുള്ള വലിയൊരു ഡൗട്ടാണ് ഈ പാക്കിങ്ങും കൊറിയറും. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹാമ്പർ ബോക്സ് പാക്ക് ചെയ്യാമെന്നും കൊറിയർ ചെയ്യാമെന്നും നോക്കാം. ബബിൾ റാപ്പ്, ക്ലിംഗ് റാപ്പ്, തെർമോക്കോൾ പാക്കിങ്, ഇത് മൂന്നും വെച്ച് നമുക്ക് ബോക്സിനെ സേഫ് ആക്കാം. ഞാനിവിടെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് എല്ലാ ബോക്സും കൊറിയർ ചെയ്യുന്നത്. ഏത് കൊറിയർ സർവീസ് എടുത്താലും അവർ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ നമ്മൾ നല്ല രീതിക്ക് പാക്ക് ചെയ്താൽ കിട്ടേണ്ട ഇടത്ത് നല്ല സേഫായിട്ട് എത്തും. ഈ വർഷത്തെ ഓണ ഹാമ്പർ എനിക്ക് 4 ബോക്സാണുള്ളത്. 2 കണ്ണൂർക്കും 2 കാസർഗോഡ്ക്കും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബോക്സ് നല്ല രീതിക്ക് ടൈറ്റായിട്ട് കെട്ടിയിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് 2-3 വട്ടം ചുറ്റിയെടുത്തു. ശേഷം ബബിൾ റാപ്പ് വെച്ചിട്ട് ഒരൊറ്റ തവണ ചുറ്റിയെടുക്കാം. നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത് സേഫായിട്ട് തന്നെ ഇരുന്നോളും. ഇനി ഈ ബബിൾ റാപ്പിൻ്റെ മുകളിൽ നമ്മൾ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോക്കോളാണ് ഉപയോഗിക്കുന്നത്. തെർമോക്കോൾ നമുക്ക് ഇതിൻ്റെ സൈസിലൊരു ബോക്സ് പോലെ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തെർമോക്കോൾ കറക്റ്റായിട്ട് ആ ബോക്സിൻ്റെ അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇത് കാണിച്ചേക്കുന്ന പോലെ നമ്മൾ ഈ തെർമോക്കോൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേപ്പൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ സഹായം ചോദിച്ചിട്ട് നമ്മളിതൊന്ന് സെറ്റ്, അതായത് ഒരു ബോക്സ് പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. കാണുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ തെർമോക്കോൾ ബോക്സിനുള്ളിലാണ് ആ ഹാമ്പർ ബോക്സ് ഇരിക്കുന്നത് എന്ന രീതിക്ക് തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് നല്ല രീതിക്ക് ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഈ ടേപ്പ് നല്ലോണം ഈ തെർമോക്കോൾ ബോക്സിൽ നല്ലോണം റാപ്പ് ചെയ്ത് എടുക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ആ തെർമോക്കോൾ കറക്റ്റ് ആ ഹാമ്പർ ബോക്സിൻ്റെ അതേ ഒരു സൈസിന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വലിയ ബോക്സും കുഞ്ഞ് ഹാമ്പർ ബോക്സും വലിയ തെർമോക്കോളും അങ്ങനെയൊന്നും ആവരുത്. അത് നമ്മൾ നല്ല രീതിക്ക് നല്ല പോലെ റാപ്പ് ചെയ്ത് ടേപ്പ് വെച്ച് ഇങ്ങനെ ചുറ്റി എടുക്കുക. ഇനി ഒരു ക്ലിംഗ് റാപ്പ് വെച്ചുകൂടെ നല്ലോണം സെക്യൂർ ചെയ്ത് പാക്ക് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രമും ടൂവും അഡ്രസ്സാണ് എഴുതേണ്ടത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ നല്ല വൃത്തിക്ക് നല്ല ഫോൺ നമ്പറൊക്കെ കാണുന്ന രീതിക്ക് എഴുതിയാലും മതി. എത്തേണ്ട പ്ലേസ്, വെയിറ്റ് നോക്കിയാണ് നമുക്ക് കൊറിയർ ചാർജ് ആഡ് ചെയ്യുന്നത്. എനിക്ക് ടോട്ടൽ കൊറിയർ ചാർജ് വന്നത് 1394 രൂപയാണ്. നമ്മുടെ ഹാമ്പർ ബോക്സിന് വെയിറ്റ് ഇല്ലെങ്കിലും സൈസ് ഉണ്ടാവും. സോ ഈ കൊറിയർ ചാർജ് വരുന്നത് ഈ വെയിറ്റും സൈസും പ്ലേസും ഡിപ്പെൻഡ് ചെയ്താണ്. വേറെ ഒരു കൊറിയർ സർവീസിനേക്കാളും നല്ല രീതിക്ക് അഫോർഡബിൾ ആയിട്ടാണ് ഇന്ത്യൻ പോസ്റ്റ് കൊറിയർ സർവീസ് ചെയ്യുന്നത്. ഇനി പാഴ്സൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അഡ്രസ്സ് നമുക്ക് എഴുതിയോ വൈറ്റ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്തോ നമുക്ക് വയ്ക്കാം. ഞാനിവിടെ വൈറ്റ് പേപ്പറിൽ എഴുതി ബോക്സിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു വട്ടം ക്ലിംഗ് റാപ്പ് ചെയ്യുന്നത്. ഇനി അഡ്രസ്സ് എഴുതുമ്പോൾ ഫ്രമും ടു വെക്കണം, പ്ലേസ് വെക്കണം, ഡിസ്ട്രിക്ട് വെക്കണം, പിൻകോഡ് വെക്കണം, ഫോൺ നമ്പർ വെക്കണം. ഒരു 2-3 ഡേയ്സിനുള്ളിൽ കേരളത്തിലെവിടെയും ഈ പാഴ്സൽ എത്തുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.